ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് രുചി ആർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. ഈ ഒരു നെയ്ച്ചോറ് ബാസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ 3 ഗ്ലാസ് ബാസ്മതി റൈസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അരിയിലെ വെള്ളമയം എല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. ഇനി ചുവട് കട്ടിയുള്ള കുറച്ച് കുഴിവുള്ള ഒരു പാത്രം എടുക്കാം. ചോറ് വേവിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പാത്രം എടുക്കണം. ഇതിപ്പം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്ക്ക് പകരം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫ്, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലം, പിന്നെ കുറച്ച് കുരുമുളക്, അത് എരിവിന് വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കറുവപ്പട്ട 2-3 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നെയ്യ് ചേർത്താലും മതി, എങ്കിലും കൂടുതൽ ടേസ്റ്റ് ബട്ടർ ചേർക്കുമ്പോഴാണ്. ഇനി തീ കുറച്ച് കൊടുക്കാം. ഇതൊന്ന് ഉരുകി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള ചേർക്കുമ്പോൾ നെയ്ച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ബട്ടറിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ അരിയും ഒക്കെ ചേർത്ത് അതൊന്നും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞ് അരി വെന്ത് കിട്ടുമ്പം ആ നെയ്ച്ചോറിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ചെറുതായി മൂത്ത് വരുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അരിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ അരി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിക്ക് 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണം ചോറ് വേവിച്ചെടുക്കാൻ. ഇതിപ്പം 3 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണമെങ്കിൽ ചോറ് വെന്ത് വരുമ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി വേണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർത്ത് കഴിയുമ്പം ചോറ് വെന്ത് വരുമ്പം കുഴഞ്ഞു പോകത്തില്ല, പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല. വെള്ളം വറ്റിച്ച് നമ്മൾ ചോറ് വേവിച്ചെടുക്കുകയാണല്ലോ. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാം. ചോറ് ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ ചേർക്കണം. ഒരു പാൻ ചൂടാക്കാം.
ഇനി ഇതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്ച്ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.